إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചുകൊണ്ട് നമ്മിൽ സംഭവിക്കുന്ന പാപങ്ങൾ അവന്റെ ശിക്ഷയെ നമ്മുടെ മേൽ നിർബന്ധമാക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പാപങ്ങളെ നാം ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾക്കുള്ള ശിക്ഷ ചില അവസരങ്ങളിൽ ദുനിയാവ് വെച്ച് തന്നെ നൽകുകയും ചില അവസരങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ അതിനുള്ള ശിക്ഷ പരലോകത്തേക്ക് നീട്ടിവെക്കുകയും ചെയ്യും, അവൻ തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറിയിട്ടില്ല എങ്കിൽ. അതേ സഹോദരങ്ങളെ, അങ്ങനെയാണ് പാപങ്ങളുടെ ശിക്ഷ അല്ലാഹു നടപ്പിലാക്കുക. വിശുദ്ധ ഖുർആനിൽ മുൻകഴിഞ്ഞ സമൂഹങ്ങൾ അവർ ചെയ്ത പാപങ്ങളാൽ നശിപ്പിക്കപ്പെട്ടതിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞെടുത്ത് ആവർത്തിച്ച് അല്ലാഹു പറയുന്നുണ്ട്, ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം. അവരുടെ പാപങ്ങൾ കാരണത്താൽ നാം അവരെ പിടികൂടി ശിക്ഷിച്ചു, നശിപ്പിച്ചു എന്ന്. ഇനി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തേക്ക് ശിക്ഷ നീട്ടിവെക്കുന്നതിനോടൊപ്പം ദുനിയാവിൽ വെച്ച് തന്നെ അവന്റെ മരണത്തിന് മുമ്പ് തന്നെ എന്തായാലും ശിക്ഷിക്കുന്ന 3 കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു. ഈ 3 കാര്യങ്ങൾ ഒരുവനിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ പരലോകത്ത് ശിക്ഷ ഉണ്ടാകുന്നതിനോടൊപ്പം മരിക്കുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ച് തന്നെ അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന നിലക്ക്, ശിക്ഷിക്കും എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഒരുക്കിയിട്ടുള്ള 3 കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, കുല്ലു ദുനൂബിൻ യുഅഖിറുല്ലാഹു മിൻഹാ മാ ശാഅ ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആ ശിക്ഷകളെല്ലാം പരലോകത്തേക്ക് നീട്ടിവെക്കും, അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെ. എന്നാൽ 3 കാര്യങ്ങൾ, ഇല്ലൽ ബഗ്യ വ ഉഖൂഖൽ വാലിദൈൻ ഔ ഖതീഅത്തുർ റഹിം, മറ്റൊരാളോട് അതിക്രമം കാണിക്കുന്ന ബഗ്യ, മറ്റൊരാളോട് അന്യായം പ്രവർത്തിക്കുന്നത് സംഭവിച്ചാൽ. രണ്ടാമത്തേത് പറഞ്ഞു വഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ. മൂന്നാമത്തേത് പറഞ്ഞു ഖതീഅത്തുർ റഹിം, കുടുംബബന്ധം, രക്തബന്ധം മുറിച്ചു കഴിഞ്ഞാൽ. ഈ 3 കാര്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുഅജ്ജിലു ലിസാഹിബിഹാ ഫിദ്ദുനിയ ഖബ്ലൽ മൗത്ത്. മരണത്തിന് മുമ്പ് ദുനിയാവിൽ വെച്ച് തന്നെ ഉടനടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ശിക്ഷ നൽകുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സഹോദരങ്ങളെ, നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത്. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ബഗ്യ. ബഗ്യ എന്ന് പറഞ്ഞാൽ ദുൽമ്, അതിക്രമം ചെയ്യുക, മറ്റൊരാളോട് അന്യായം ചെയ്യുക. അത് വാക്കുകൊണ്ടാവട്ടെ, അവൻ പ്രവർത്തനം കൊണ്ടാവട്ടെ, സാമ്പത്തികമായിട്ടാവട്ടെ, അവന്റെ അഭിമാനത്തെ പിച്ചു ചീന്തിയിട്ടാവട്ടെ, ശാരീരികമായിട്ടാവട്ടെ, ഏത് നിലക്കാണെങ്കിലും മറ്റൊരാളോട് അന്യായം ചെയ്യുന്നത്, അതിക്രമം ചെയ്യുന്നത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമസ്സബീലു അലല്ലദീന യദ്ലിമൂന അന്നാസ് വയബ്ഗൂന ഫിൽ അർദ് ബിഗൈരിൽ ഹഖ് ഉലൈക ലഹും അദാബുൻ അലീം. ശിക്ഷാ നടപടിയെടുക്കേണ്ട ആളുകൾ, ജനങ്ങളോട് ദുൽമ് കാണിക്കുന്ന ആളുകൾ, യബ്ഗൂന ഫിൽ അർദ്, ഭൂമിയിൽ ബഗ്യ നടത്തുന്ന, അതിക്രമം നടത്തുന്ന ആളുകൾ. എന്നിട്ട് പറഞ്ഞു ഉലൈക ലഹും അദാബുൻ അലീം, അവർക്കതാ വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന്
എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബ. അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത് നീതി കാണിക്കാനും നന്മ ചെയ്യാനും അടുത്ത കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും നൽകാനുമാണ്. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറൂൻ. അല്ലാഹു തആല വിരോധിച്ചിട്ടുള്ളതോ മ്ലേച്ഛമായ കാര്യങ്ങളും അതുപോലെ തന്നെ ധിക്കാരമായ തെറ്റായ പ്രവർത്തനങ്ങളും വൽ ബഗി അതിക്രമം ചെയ്യലുമാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, യഅദുകും ലഅല്ലകും തദക്കറൂൻ, നിങ്ങളെ ഉപദേശിക്കുകയാണ് അവൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. അതേ സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മുടെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, മറ്റൊരാളോട് അതിക്രമം പ്രവർത്തിച്ചു പോകുന്നുണ്ട് എങ്കിൽ അതിന്റെ ശിക്ഷ മരണത്തിന് മുമ്പ് ദുനിയാവിൽ ലഭിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയുണ്ടായി. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലും ധാരാളം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കണമെന്ന്. അല്ലാഹു തആല പറഞ്ഞു, വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ കൽപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു തേടാൻ പാടുകയുള്ളൂ, എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിനു വേണ്ടി മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. തൗഹീദിനെ പറ്റി പറഞ്ഞു, അള്ളാഹുവിനോടുള്ള കടമ ഏറ്റവും വലിയ ബാധ്യത. അതിനുശേഷം അല്ലാഹു തആല പറഞ്ഞത് സൃഷ്ടികളിൽ ഒരു മനുഷ്യൻ കടമപ്പെട്ടിട്ടുള്ള അവനിവിടെ ജനിക്കാൻ കാരണക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ കാര്യമാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണമെന്നുള്ളത്. അതിനെ തുടർന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്, വഖ്ഫിർ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നീ അവർക്ക് മുമ്പിൽ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണം, അവർക്ക് അത്രയും പുണ്യം നിർവഹിക്കണം, അവർക്ക് വേണ്ടി അവർക്ക് കാരുണ്യം ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യുകയും വേണം എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ തൗഹീദിനെ തകർക്കുന്ന ശിർക്കിനെ പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നതിനെതിരായിട്ടുള്ള ഉഖൂഖുൽ വാലിദൈനിനെയും പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിക്കുകയുണ്ടായി, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, ഞാൻ വൻപാപങ്ങളെ കുറിച്ച് നിങ്ങളെ അറിയിക്കട്ടെ എന്ന് ചോദിച്ചു. സഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, റസൂലെ അറിയിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ മറ്റൊരു സമനെ മറ്റൊരാളെ സ്ഥാപിക്കലാണ്. എന്നിട്ട് പറഞ്ഞു, വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ്. സഹോദരങ്ങളെ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക, അവരെ ദുഃഖിപ്പിക്കുക, അത് വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഏത് തരത്തിലായാലും ഗൗരവമുള്ള കാര്യമാണ്. അവരുടെ അടുക്കൽ ഉറക്കെ ഉച്ചത്തിൽ സംസാരിക്കുക, അവരോട് ഉച്ചത്തിൽ സംസാരിക്കുക എന്നുള്ളത് വരെ പണ്ഡിതന്മാർ ആ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. അവരെ കോപിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള നോട്ടം പോലും ഉഖൂഖുൽ വാലിദൈനിൽ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ആ ഒരു കാര്യം സംഭവിച്ചു പോയാൽ ദുനിയാവിൽ വെച്ച് തന്നെ മരണത്തിന് മുമ്പ് ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഗിമ അൻഫു മൻ അദ്റക അബവൈഹി ഇൻദൽ കിബർ അഹദഹുമാ ഔ കിലൈഹിമാ ഫലം യദ്ഖുൽ ജന്ന. ഒരാൾക്ക് നാശം, അവന്റെ മാതാപിതാക്കളെ വാർദ്ധക്യ അവസ്ഥയിൽ അവൻ ലഭിച്ചു, ഒരാളെയോ രണ്ടാളെയോ, എന്നിട്ടും അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവന് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, ഈ ഇനത്തിൽ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കുന്ന പാപങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത് ഖതീഅത്തുർ റഹിം, കുടുംബബന്ധം മുറിക്കലാണ്. അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന പേരിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് കുടുംബബന്ധം എന്നുള്ളത്. കുടുംബബന്ധം ചേർത്തവനുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധം ചേർക്കും, അത് മുറിച്ചവനുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധം മുറിക്കുകയും ചെയ്യും. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർദ് വതുഖത്തിഉ അർഹാമകും ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ്. നിങ്ങൾക്ക് ഭൂമിയിൽ കൈകാര്യകർത്തൃത്വം ലഭിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും വതുഖത്തിഉ അർഹാമകും, നിങ്ങളുടെ രക്തബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു കളയുകയുമാണോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വൻപാപമാണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക,
അള്ളാഹു എന്നിട്ട് പറഞ്ഞത് കുടുംബ ബന്ധങ്ങളെ, രക്തബന്ധങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആ കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ഒരു ഹദീസിൽ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉർ റഹിം, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ പാപങ്ങളെയും നാം ഗൗരവത്തിൽ ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ ഈ 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതുപോലെ ആ വ്യക്തിക്ക്, ഈ പാപങ്ങൾ സംഭവിച്ച വ്യക്തിക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മരണത്തിന് മുമ്പ് ശിക്ഷ നൽകുന്നതാണ്. യുഅജ്ജിലു ലിസാഹിബിഹാ ഫിദ്ദുനിയ ഖബ്ല അൽ മൗത്ത്. അങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു പാപം അത് നമ്മൾ സൂക്ഷിക്കണം. എങ്ങാനും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായ തൗബയിലൂടെ സൽക്കർമ്മങ്ങൾ മുന്നേറി അതിനുള്ള പരിഹാരം എന്താണോ അത് ചെയ്തുകൊണ്ട്, അന്യായം പ്രവർത്തിച്ചവരോട് അതിനർഹമായ ഹക്ക് ചെയ്തുകൊണ്ട്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചിട്ടെങ്കിൽ അവരോട് ഇഹ്സാൻ ചെയ്തുകൊണ്ട്, കുടുംബബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്തിക്കൊണ്ട് നാം പരിഹാരം ചെയ്യേണ്ടതുണ്ട്. ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കും എന്ന നിലയ്ക്ക് ഓർമ്മപ്പെടുത്തിയ ഈ 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 കാര്യവുമായി ബന്ധപ്പെട്ട് ദുൽമ് ചെയ്യുന്നത്, ഒരാളോട് അതിക്രമം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബുൻ, അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു ഹിജാബുമില്ല, ഒരു മറയുമില്ല എന്നുള്ളത്. അത് ഒരാളോട് അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, അക്രമം പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, അവൻ മുശ്രിക്കും കാഫിറാണെങ്കിൽ പോലും അവന്റെ ഒരു തേട്ടം, അവന്റെ ഉള്ളിൽ അതിക്രമം ചെയ്യപ്പെട്ടവനാണെങ്കിൽ അതിന് അള്ളാഹു തആല ഉത്തരം നൽകുമെന്ന്. അത്ര ഗൗരവമുള്ള ഒരു കാര്യമാണത്. രണ്ടാമത്, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ കാണാം. അതിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിളല്ലാഹി ഫി റിളൽ വാലിദൈൻ വസഖ്തുല്ലാഹ് ഫി സഖ്തിൽ വാലിദൈൻ, അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിന്റെ വെറുപ്പും കോപവും മാതാപിതാക്കളുടെ വെറുപ്പിലും കോപത്തിലുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. മൂന്നാമത് പറഞ്ഞ കുടുംബബന്ധവും മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ ചേർക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഥരിഹി, ആരെങ്കിലും അവന്റെ ഉപജീവനത്തിൽ വിശാലത ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അവന്റെ ആയുസ്സിൽ വർധനവ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെയ്യൽ നിർബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ നാം പകർത്തേണ്ട 3 കാര്യങ്ങളാണ് ആളുകളോട് നീതിപൂർവ്വം ജീവിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ മൂന്നാമതായി പറഞ്ഞ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതും. അതിനെതിരായിട്ടുള്ള കാര്യം മറ്റുള്ള പാപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരലോകത്തേക്ക് നീട്ടിവെക്കാതെ ദുനിയാവിൽ വെച്ച് തന്നെ അവന് ശിക്ഷ ലഭിക്കുന്ന അത്ര ഗൗരവമുള്ള കാര്യമായി, പരലോകത്തേക്ക് ചില ഹദീസുകളിൽ പരലോകത്തിലേക്ക് വെക്കുന്നുണ്ടാകും, ദുനിയാവിലും വെച്ച് ലഭിക്കും എന്ന നിലക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിന് പരിഹാരമായിട്ടുള്ള, അതിന് നന്മയായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല നമുക്ക് എല്ലാ രീതിയിലും അല്ലാഹുവിനെ സൂക്ഷിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.